ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വളരെ പ്രധാനപ്പെട്ട നടപടിയിലേക്ക് SIT കടന്നിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തു. അല്പസമയത്തിനകം അറസ്റ്റ് ഉണ്ടാകുമെന്ന സൂചനകളാണ്. അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അറസ്റ്റിന് സാധ്യതയുണ്ടെന്ന് PS പ്രശാന്ത് നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പ്രശാന്തിനെ SIT സംഘമെത്തി കസ്റ്റഡിയിൽ എടുത്തത്. പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിരിക്കുന്നു. പ്രശാന്ത് കൃഷ്ണയും ഒപ്പം കടന്നാരും വിവരങ്ങളുമായി ആദ്യം പ്രശാന്ത് ഇപ്പോൾ കൊല്ലം പോലീസ് ക്ലബ്ബിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് എത്തി എന്ന് വേണ്ട കരുതാൻ ഇപ്പോൾ 2025 ബോർഡിന്റെ റോളിലേക്ക് കൂടി അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം എത്തുമ്പോൾ തീർച്ചയായും ഈ മൂന്നാമത്തെ കേസ് എപ്പോൾ ഉണ്ടാകും, രജിസ്റ്റർ ചെയ്യപ്പെടും എന്നത് മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളൂ. കാരണം 2025 നടന്നത് വലിയൊരു കൊള്ളച്ചുള്ള നീക്കമാണ് എന്ന് SIT കോടതിയിൽ ഉന്നയിക്കുകയും അത് റിപ്പോർട്ടായി നൽകുകയും കോടതി അതിൻ്റെ തുടർ നടപടിയിലേക്ക് കടക്കാനുള്ള നിർദ്ദേശമെല്ലാം നൽകിയതാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ കേസ് PS പ്രശാന്ത് പ്രസിഡന്റായ ബോർഡിനെതിരായ കേസ് അത് 2019 കൊള്ള മറയ്ക്കാൻ വേണ്ടിയാണ് എന്ന കൃത്യമായ ഒരു നിരീക്ഷണമാണ് SIT റിപ്പോർട്ടിലൂടെ എല്ലാം തന്നെ കോടതിയെ ധരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഘട്ടം അനിവാര്യമായിരുന്നു. കാരണം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇതടക്കമുള്ള കാര്യം 2019 അതിന് മുൻപ് തുടങ്ങിയ സ്വർണ്ണക്കൊള്ള അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരെ എത്തുന്ന ഒരു റിപ്പോർട്ടാണ് കോടതിക്ക് മുൻപാകെ SITക്ക് സമർപ്പിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് 2025 കാലത്ത് ദ്വാരപാലക ശില്പങ്ങളുടെ പാളി സ്വർണം പൂശാനായി അയച്ച അന്നത്തെ ഭരണസമിതി പ്രസിഡന്റ് PS പ്രശാന്തിനെ ഇന്നിപ്പോൾ രാവിലെ പ്രത്യേക അന്വേഷണ സംഘം ഏണിക്കരയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. പ്രശാന്തിനെ ഇപ്പോൾ കൊല്ലം പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിരിക്കുന്നു. അവിടെ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കാം ഇനി കോടതിയിൽ ഹാജരാക്കുക. ഏതായാലും ഇന്ന് തന്നെ അംഗം A അജികുമാറിൻ്റെ അറസ്റ്റും ഉണ്ടാകും എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് പ്രശാന്ത് ഇത് പുറത്തു വന്നപ്പോൾ എല്ലാം തന്നെ പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ഭരണസമിതി 19 സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടി ഉള്ള നീക്കമല്ല നടത്തിയത്, മാത്രമല്ല അവർ നടത്തിയ അല്ലെങ്കിൽ അവർ നൽകിയ വിവരങ്ങളുടെയും അതുപോലെ തന്നെ രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് 19 കൊള്ള പുറത്തു വന്നതെന്നാണ് അവർ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം SITക്ക് കണ്ടെത്തേണ്ടത്, അതായത് ഇത് കേവലം ഒരു സാങ്കേതികമായുള്ള നടപടിക്രമം മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ കമ്മീഷണർ, അതായത് കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഇത്തവണ 2025 ദ്വാരപാലക ശില്പത്തിന്റെ പാളി കൊടുത്തുവിട്ടത് അതൊരു ഉദ്യോഗസ്ഥതല വീഴ്ച മാത്രമായി പ്രത്യേക അന്വേഷണ സംഘവും കോടതിയെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ കൊള്ള മറയ്ക്കാൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല? സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കണം, ശബരിമലയെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം സ്പെഷ്യൽ കമ്മീഷണർ അറിയിക്കണമെന്ന് 2023 മറ്റു ഒരു ഉത്തരവും ഉള്ളതാണ്. അപ്പോൾ അത് ഭരണസമിതിക്ക് അറിയില്ല, അജ്ഞത, അത് കേവലം ഒരു ലാപ്സായി മാത്രം കാണാൻ സാധിക്കില്ല. ഇത് ഞങ്ങളെല്ലാം അറിയിച്ചു എന്ന് പറയുമ്പോൾ ഗൗരവതരമായ അന്വേഷണവുമായി SIT മുന്നോട്ട് പോവുകയാണ്. ദേവസ്വം ബോർഡിന്റെ വാദം അത് SIT അംഗീകരിക്കുന്നില്ല.